ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, മോൾക്ക് മോളുടെ അച്ഛനും അമ്മയും വാങ്ങിത്തരില്ലേ? ശ്യാമ ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കാലോ മോൾക്ക് എന്താ ഇതൊന്നും വാങ്ങിക്കൊടുക്കാത്തെന്ന്. ഈ മാലയും വളയും ക്ലിപ്പും കമ്മലും ഒക്കെ സത്യാമ്മ വാങ്ങിച്ചു തന്നെയാ. ഞാനില്ലാത്തോണ്ടായിരിക്കും എനിക്ക് വാങ്ങിച്ചു തരാതിരുന്നേ. ആയിരിക്കും. പിന്നൊരു ഉടുപ്പും കൊണ്ടുവന്നു, കൊറേ മുട്ടായികളും വാങ്ങിത്തന്നു, പിന്നെ ഐസ്ക്രീം സത്യാമ്മയുടെ വീട്ടിലും കൊണ്ടുപോയി. ഒരു ജോത്സനെയും കണ്ടു, അവിടെ നിന്നും കുറെ സ്വീറ്റ്സ് തന്നു. അതിനുശേഷം എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പൊ ഇന്നലെ മൊത്തത്തിൽ സത്യ കറക്കുമായിരുന്നല്ലേ? ആ അതെ, ഞാനേ പപ്പിക്ക് തരാൻ വേണ്ടി മുട്ടായി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ പപ്പി. എനിക്കൊന്നും വേണ്ട. സത്യമ്മ സത്യക്കായിട്ട് വാങ്ങിച്ചു തന്നെയല്ലേ, അത് സത്യം തന്നെ എടുത്താ മതി. പിണങ്ങിയോ? ആ പിണങ്ങി. എനിക്ക് ഒരെണ്ണം തരോ? ഇല്ല, ഞാൻ പപ്പിക്ക് കൊണ്ടുവന്നതാ. അവന് കൊടുത്തേക്ക്, എനിക്ക് വേണ്ട. സത്യേ, ഒരെണ്ണം താ സത്യേ, പ്ലീസ് സത്യേ. ദാ. താങ്ക് യു. ദാ. ഹായ് സത്യാമ്മ. മോളെ, ഞാൻ കരുതി മോള് ക്ലാസ്സിൽ കയറി കാണൂന്ന്. ഏയ്, സമയാവുന്നില്ലേ ഉള്ളൂ. സത്യാമ്മ ഇന്ന് ജോലിക്ക് പോയില്ലേ? പോകുന്ന വഴിയാ, അപ്പൊ നിങ്ങളെ ഒന്ന് കാണുമെന്ന് തോന്നി. ദേ പപ്പി പിണങ്ങിയിരിക്കുക. പിണക്കോ? എന്തിന്? ആ സത്യാമ്മ എന്നെ ചോദിച്ചു നോക്ക്. മോളു, പപ്പി ഇങ്ങ് വന്നേ. എന്താ മോളെ, വീട്ടിൽ വഴക്കുണ്ടാക്കിയോ? സത്യമ്മയോട് ഞാൻ പിണക്കാ. എന്നോടോ? എന്തിന്? സത്യക്ക് വളയും മാലയും ക്ലിപ്പും ഉടുപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുത്തല്ലോ. എനിക്ക് മാത്രം എന്താ ഒന്നും വാങ്ങിത്തരാഞ്ഞേ? അതിനെന്താ, വാങ്ങി തരാലോ. അല്ല, മോൾക്ക് മോളുടെ അച്ഛനും അമ്മയും വാങ്ങി തരില്ലേ? ശ്യാമ ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കാലോ മോൾക്ക് എന്താ ഇതൊന്നും വാങ്ങിക്കൊടുക്കാത്തെന്ന്. മോൾക്ക് ഈ കമ്മലും വളയും മാലയൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇട്ടോണ്ട് വന്നത്. സത്യാമ്മ ഇനിയും നിറയെ വാങ്ങിത്തരാട്ടോ. ഇനി വാങ്ങുമ്പോഴേ നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം. അപ്പൊ എന്റെ പൊന്നിന് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിക്കാലോ. ശരി. ആ ഈ വളയും മാലയും സത്യാമ്മ വാങ്ങിത്തന്നെന്ന് അറിഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷായി. എന്നിട്ട് എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ അവരുടെ മുഖഭാവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവർക്ക് സന്തോഷായിന്ന്. അഞ്ച് വിളക്ക് വേണമെന്നാ പറഞ്ഞിരിക്കുന്നേ. എന്ത് വേണേലും ചെയ്തു തരാം. ഒടുവിൽ എന്നോടും മോളോടും ഇവിടെ നിന്ന് ഇറങ്ങി തരണമെന്ന് മാത്രം പറയാതിരുന്നാ മതി. എന്തിനാ ശ്യാമ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഈ പൂജ നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ? ആയിക്കോട്ടെ,
എല്ലാം കണ്ടും കേട്ടും തന്നെയാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അത് രോഹിത്ത് മനസ്സിലാക്കിയാൽ മാത്രം മതി. എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ശ്യാമയല്ലേ, അല്ലേ? ആണ്. പക്ഷെ എന്റെ പപ്പിമോൾ എനിക്ക് എല്ലാം ആണ്. അവളെ വേദനിപ്പിച്ച എനിക്ക് സഹിക്കില്ല. പപ്പി മോളെ ആര് വേദനിപ്പിച്ചു നീ പറയുന്നേ? ഹായ് വിഷ്ണുച്ച വന്നേ. അയ്യേ വിഷ്ണു അച്ഛനല്ലേ? അയ്യേ കമലനങ്ങളോ? ഹായ് പൂക്കൾ. ആ പപ്പിമോളെ, ഇത് പൂജയ്ക്കുള്ള പൂക്കളാ, ഒരെണ്ണം പോലും എടുക്കരുത് കേട്ടോ. ശ്യാമക്കുഞ്ഞെ, പൂക്കളിലും വാഴയിലും ഒക്കെ കുറച്ച് വെള്ളം തെളിച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇത് വാടിപ്പോ. എത്ര മണിക്കാ ചടങ്ങുകൾ ആരംഭിക്കുന്ന പിള്ളച്ചേട്ടാ? ഗണപതി ഹോമവും മറ്റും അതിരാവിലെ തന്നെ നടക്കും. തിരുമേനിയും കൊണ്ട് ഞങ്ങൾ വന്നോളാം. നിങ്ങൾ പുലർച്ചെ തന്നെ കുളിച്ച് റെഡിയായി നിന്നാ മതി. ഇതൊക്കെ പൂജാ സാധനങ്ങളാ. അവലും മലരൊക്കെ ഉണ്ട്, അതൊന്ന് പാറ്റി ക്ലീൻ ചെയ്ത് വെക്കണേ. ചിലപ്പോ നാളെ ഒന്നിന് സമയം കിട്ടുന്ന വരത്തില്ല. അല്ല, പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കണ്ടേ? ഇല്ലെങ്കിൽ വെളുപ്പിനെ കിടന്ന് ഓടാനൊന്നും പറ്റില്ല, വാങ്ങാനും പറ്റില്ല. എന്റെ പൊന്നു പിള്ളച്ചേട്ടാ, അതൊക്കെ ഞാൻ കൃത്യമായി നോക്കി തന്നെ എടുത്തു വെച്ചിരിക്കുന്നേ. ഇനിയിപ്പോ ഹോമത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളും എത്തിക്കാനുണ്ട്. ശരി. അതെ, അപ്പോഴേ ഞങ്ങൾ പോയിട്ട് വരാം. ഇതൊന്ന് റെഡിയാക്കി വെച്ചേക്കണേ. എന്നാ ശരി. പിള്ളച്ചേട്ടാ വാ. മോളെ പൂക്കളൊന്നും എടുക്കരുത് കേട്ടോ. ടാറ്റ മോളെ. നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്ന ഇതൊക്കെ എടുത്ത് വെക്കേ. രോഹിത്ത് പപ്പിമോളോട് ചോദിച്ചു നോക്ക്. സത്യമ്മ സത്യക്ക് വളയും മാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പപ്പിമോള് ചോദിച്ചപ്പോ എന്താ പറഞ്ഞെന്ന്. മോളെ പറഞ്ഞു കൊടുക്ക്, സത്യമ്മ എന്താ പറഞ്ഞെന്ന്. എനിക്കെന്താ ഒന്നും വാങ്ങി തരാത്തേന്ന് ചോദിച്ചപ്പോ നിനക്ക് നിന്റെ അച്ഛനും അമ്മയും വാങ്ങിച്ചു തരുമെന്നാ പറഞ്ഞേ. കേട്ടില്ലേ? ഇത്തിരി ഇല്ലാത്ത ഈ കൊച്ചിനോട് സത്യമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ? മോൾ അകത്ത് പോയി കളിച്ചോ. ആ അമ്മേ, ഞാൻ ഇതിന്നൊരു പൂ എടുത്തോട്ടെ? എടുത്തോ. ദേ എടുത്തിട്ടുണ്ടേ. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഹോമം നടത്തിയാലും എന്തെല്ലാം പൂജകൾ ചെയ്താലും സത്യമ്മയുടെ ഇപ്പോഴത്തെ ഈ വേർതിരിച്ച് കാണുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് രണ്ട് രീതിയിൽ കുട്ടികളെ കാണുന്ന പരിപാടി, അതൊട്ടും ശരിയായ പ്രവണതയല്ല. നമ്മുടെ പപ്പിമോൾ എന്താ ഈ വീട്ടിൽ അന്യാണോ? പന്തിയില് ഭക്ഷാഭേദം കാണിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല സത്യമേ അങ്ങനെയൊക്കെ പറഞ്ഞത്. എല്ലാം നിന്റെ തോന്നല ശ്യാമേ. ഒരു തോന്നലും അല്ല. പപ്പിയെ സത്യമ്മ ഇപ്പൊ കാണുന്നത് ഒരു രണ്ടാം കണ്ണുകൊണ്ട് തന്നെയാ.